ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇത് നമ്മളിപ്പം ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്ന ഹിരാമി 95FDR എന്ന് പറഞ്ഞ ഒരു ലൂറാണ്. പ്രത്യേകിച്ച് ആംഗ്ലർമാരൊക്കെ ചെമ്പല്ലി പോലുള്ള മീനുകൾ, ഇപ്പോൾ ചെമ്പല്ലി, വറ്റ പോലുള്ള മീനുകൾക്ക് പിടിക്കാൻ വേണ്ടി വാങ്ങിക്കുന്നതാണ്. പക്ഷേ ഇതിൽ ട്രെൻഡിങ് ആയിട്ട് പോകുന്നതുകൊണ്ട് എല്ലാവരും വാങ്ങുന്നുണ്ട് ഈ ലൂറ്. പക്ഷേ വൻ ഉടായ്പാണ് ഈ ലൂറ്. കണ്ട, ചൈന ലൂറിനേക്കാളും കേവലം കാണാൻ വേണ്ടി സുന്ദരനാണ്. ഈ കാണാൻ വേണ്ടി സുന്ദരൻ എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം റിസൾട്ട് ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ 650 രൂപ വില വാങ്ങിച്ച ഈ ലൂറിൻ്റെ കണ്ടീഷനാണിത്. ത്രൂ വെയർ അല്ല. സാധാരണ നമുക്കിപ്പോൾ 300-350 രൂപയ്ക്ക് ലഭിക്കുന്ന ലൂറൊക്കെ ത്രൂ വെയർ സിസ്റ്റമാണ്. ത്രൂ വെയർ ഇപ്പോൾ നോക്കെ ഇവിടെ വെച്ച് ഈ ലൂർ ഒടിഞ്ഞു പോയി. അൺഫോർച്ചുനേറ്റ്ലി ഓക്കെ, ആംഗ്ലിംഗ് ഡിഫക്റ്റ് ആയിരിക്കും, ഞാനത് സമ്മതിക്കുന്നു. പക്ഷേ ഇത് ഒടിഞ്ഞു പോയി. ഇത് ഒടിഞ്ഞു പോയെന്ന് വെച്ചാൽ നമ്മുടെ സ്പ്ലിറ്റ് റിങ് ഇവിടെ കിടക്കുകയാണ്. ഉണ്ടാ സ്പ്ലിറ്റ് റിങ്. ഇപ്പോൾ ഈ സ്പ്ലിറ്റ് റിങ് മീനടിക്കുമ്പോൾ ഇത് നമ്മളിന്ന് ഒട്ടിക്കാൻ ശ്രമിച്ചാലും മീൻ ഇതും കൊണ്ട് പോകും. ഇത് മാത്രമേ നമുക്ക് ബാക്കി കാണത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് 600 രൂപയ്ക്ക് വോർത്തല്ല ഹിരാമി എന്ന് പറഞ്ഞ ലൂറ്. 600-650 രൂപയ്ക്ക് വോർത്തല്ല. നമ്മൾ അലി എക്സ്പ്രസ് എന്നോ അലിബാബ വാങ്ങിക്കുന്ന 100-150 ലൂറിന് പോലും ത്രൂ വെയറുള്ള ഈ കാലത്ത് ഈ ലൂറ് കണ്ട വെറും പ്ലാസ്റ്റർ ഓഫ് പാരീസിനെ പോലെ ഇരിക്കുന്നുണ്ട. അങ്ങനത്തെ ലൂറാണ്. അപ്പോൾ ഹിരാമി നിങ്ങൾക്ക് റിസൾട്ട് ഉണ്ടെന്ന് പറഞ്ഞ് വിശ്വസിച്ച് വാങ്ങിക്കാം. പക്ഷേ ലൂറ് ലാസ്റ്റിംഗ് അല്ല. അത് വൺ ടൈം യൂസ് മാത്രമേ ആയിരിക്കത്തുള്ളൂ. അതിനേക്കാളും എത്രയോ ലുക്കാനയുടെയും ആൽബ്ലൂവിൻ്റെയും 100DR കോപ്പി അതൊക്കെ എത്ര ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. കസാൻ്റെയും നമ്മുടെ പല ലോക്കൽ ബ്രാൻഡുകളും നല്ല രീതിയിൽ ലാസ്റ്റ് ചെയ്യുമ്പോൾ ഈ 600 രൂപയിൽ കൂടുതൽ വാങ്ങിച്ച ഹിരാമി ലൂറ് വെറും പറ്റിപ്പാണ്, ഉടായ്പാണ്. അതുകൊണ്ട് ഹിരാമിയിലോട്ട് നിങ്ങൾ ഈ കളർ കണ്ട് മാത്രം വിശ്വസിച്ച് നിൽക്കരുത്. ലൂറിൻ്റെ ക്വാളിറ്റി വളരെ മോശം. അപ്പോൾ ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ത്രൂ വെയർ എന്ന് ഞാൻ ആവർത്തിച്ച് പറയുകയാണ്. ത്രൂ വെയർ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമുക്ക് നട്ടൽ, അതായത് നമ്മുടെ ഡിസ്ക് മുതൽ നമ്മുടെ ഇടുപ്പല്ല് മുതൽ നമ്മുടെ സുഷുമ്ന വരെ ഒരു നട്ടലുണ്ട്. അതുപോലെ ചില ലൂറുകൾക്ക് ത്രൂ വെയർ ഉണ്ട്. അതായത് ഈ രണ്ട് ചൂണ്ട, ഈ ഒന്നാമത്തെ ചൂണ്ട, രണ്ടാമത്തെ ചൂണ്ട, ഈ ചൂണ്ടയുടെ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു കമ്പി ഡയറക്റ്റ് ഈ സ്പ്ലിറ്റ് റിങ്ങുമായിട്ട് കണക്റ്റഡ് ആണ്. അതായത് ഡയറക്റ്റ് ഈ ഒറ്റ കമ്പിയിലായിരിക്കും ഈ ചൂണ്ടയും കണക്ട് ചെയ്തിരിക്കുന്നത്. ആ സിസ്റ്റത്തിനെയാണ് ത്രൂ വെയർ സിസ്റ്റം എന്ന് പറയുന്നത്. ഹിരാമി പ്രൊമോട്ട് ചെയ്യുന്നില്ല. അപ്പോൾ ഒരിക്കലും ഈ ലൂറ് വാങ്ങിച്ച സ്റ്റോറിന് നമ്മൾ കുറ്റം പറയില്ല. ലൂറിൻ്റെ മാനുഫാക്ചറർ ഇതാ കാണുന്ന ഹിരാമി 95FDR മാനുഫാക്ചറിങ് വളരെ മോശമാണ്. അതുകൊണ്ട് അതായത് നിറം കണ്ട് മാത്രം വിശ്വസിക്കരുത്. നമുക്കൊരു ആംഗ്ലർ എന്ന് പറയുമ്പോൾ ഒരു തുടക്കക്കാരായാലും ഒരു 600-650 രൂപ കൊടുത്തൊരു ലൂറ് മേടിക്കുമ്പോഴേ അത് അറ്റ്ലീസ്റ്റ് മീൻ പിടിച്ച് നമുക്ക് മുതലാകുന്ന രീതിയിലായിരിക്കണം. ഇത് എവിടെയെങ്കിലും തട്ടിയാൽ ഇങ്ങനെ ത്രൂ വെയർ അല്ലാത്തത് കൊണ്ട് ഒടിഞ്ഞു പോയാൽ മീനും ലൂറും കൊണ്ടുപോകും. നമുക്ക് ഈ ഒരു സ്പ്ലിറ്റ് റിങ്ങും മറ്റു കാര്യങ്ങളെ നമുക്ക് കയ്യിൽ കാണത്തുള്ളൂ. അതുകൊണ്ട് ഹിരാമിയെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നില്ല. താങ്ക് യു ഫോർ വാച്ചിങ്.